ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നാഷണൽ ലെവലിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണല്ലേ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോൾസും മീംസും ഒക്കെ ആയിട്ട് വരുന്നത് മുഴുവൻ ഈ 10 വയസ്സുകാരൻ്റെ മുഖമാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബി ശ്രീ അമിതാഭ് ബച്ചൻ കണ്ടക്ട് ചെയ്യുന്ന കോൻ ബനേഗ കരോർപതി ജൂനിയറിൻ്റെ ഒരു എപ്പിസോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന ഒരു കുട്ടിയാണിത്. കക്ഷിയുടെ പേര് ഇഷിത് ഭട്ട് എന്നാണ്. ഈ കുട്ടി നാഷണൽ ലെവലിൽ ഇത്രയധികം ക്രിറ്റിസിസംസ് നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൽ ഈ കുട്ടിയുടെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയർ എന്ന കാരണമാണ്. പൊതുവെ പബ്ലിക് പ്ലേസസിലും പബ്ലിക് പ്ലാറ്റ്ഫോംസിലും ഈ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്ന കുട്ടികളെ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കും അതേ വികാരം തന്നെയാണ് തോന്നിയത്. ആ കുട്ടിയോട് എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടക്കേടാണ് നമുക്ക് ആദ്യം തോന്നുക. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പഴയ കാലമൊന്നുമല്ല, ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലത്തുള്ളതിനേക്കാളും കുറച്ചും കൂടെ സ്മാർട്ടും ആയിരിക്കും, കുറച്ചും കൂടി ആക്റ്റീവുമായിരിക്കും ഇന്നത്തെ കുട്ടികൾ. അവരെ ആ രീതിയിൽ അംഗീകരിക്കാൻ ഇപ്പോഴും നമ്മുടെ ആളുകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ആ പ്രോഗ്രാം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ആ കുട്ടി ഓവർ കോൺഫിഡൻ്റ് ആണ്. അതുമാത്രമല്ല, കുറച്ച് അരഗണ്ടായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും പുള്ളിക്കാരൻ്റെ ബിഹേവിയർ. പക്ഷേ അതിൻ്റെ പേരിൽ 10 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്രയധികം വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ആ കുട്ടിക്ക് ഉണ്ടാക്കുന്ന ട്രോമ എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ട്രോൾ വീഡിയോസ് ഞാൻ ഇതിനകം കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി ചെയ്തെങ്കിൽ കൂടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാഠമായിരിക്കും ഇനി ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത്. ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ഈ ഒരു ഇൻസിഡൻറ്റ് എന്തായാലും ഒരു റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് തന്നെയായിരിക്കും പുള്ളിക്കാരൻ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് ഷുവറാണ്. പക്ഷേ നമ്മുടെ ആളുകൾ കമൻസിൽ ഫുള്ള് പറയുന്നൊരു കാര്യം ആ കുട്ടിയുടെ ബാഡ് പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓഫ് കോഴ്സ് പേരൻറ്റിങ്ങിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഒരു 10 വയസ്സുകാരൻ അത്ര വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഓവർ കോൺഫിഡൻസും കൊണ്ട് സംഭവിച്ചു പോയതോ ആയിരിക്കാം അത്. അതിനെ ആ ഒരു സെൻസിലെടുത്ത് ആ കുട്ടിയെ ഇനിയെങ്കിലും ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയനാക്കാതെ വിടുന്നതല്ലേ നല്ലത്. കാരണം എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല. അതേ പ്രോഗ്രാമിൽ തന്നെ വന്ന മറ്റു പല കുട്ടികളും ഉണ്ട്. അവരുടെയൊക്കെ ബിഹേവിയർ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ശരിയാണ്, ഈ കുട്ടിയുടെ ബിഹേവിയർ വളരെ ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഇത്രയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളൊക്കെ ആ പ്രായത്തിൽ ഏത് ലെവലിലായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു എന്ന് കൂടി ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും.